ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ അറസ്റ്റിലായ PP ദിവ്യയ്ക്ക് ഉപാധികളോടെ ജാമ്യം. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. കണ്ണൂർ ജില്ല വിട്ടുപോകരുതെന്നും സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ലെന്നും കോടതി. 11 ദിവസത്തിന് ശേഷമാണ് ദിവ്യയ്ക്ക് ജാമ്യം ലഭിക്കുന്നത്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, നമുക്കറിയാം ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ റിമാൻഡിലായ PP ദിവ്യയ്ക്ക് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. പക്ഷേ ഉപാധികളോടുകൂടിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. എന്നാൽ കുടുംബത്തിന്റെ പ്രതികരണം വന്നപ്പോൾ നമുക്കറിയാം ഏറെ നിരാശകരമായ ഒരു വിധിയായിട്ട് തന്നെയാണ് ADM നവീൻ ബാബുവിന്റെ ഭാര്യ ഇതിനോട് പ്രതികരിച്ചത്. എന്നാൽ നിയമ പോരാട്ടം തുടരുമെന്ന് തന്നെയല്ലേ അവർ പറഞ്ഞു വെക്കുന്നത്? ദീപിക അത് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഈ PP ദിവ്യയ്ക്ക് ഉപാധികളോടുകൂടിയാണ് ഇപ്പോൾ തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഒറ്റ വാക്കിലായിരുന്നു തലശ്ശേരി കോടതി ജഡ്ജി ഈ ഒരു വിധി പ്രസ്താവിച്ചത്. ജാമ്യം കിട്ടിയതോടെ 11 ദിവസമായി ജയിലിൽ കഴിയുന്ന ദിവ്യയ്ക്ക് ഇന്ന് തന്നെ പുറത്തിറങ്ങാനാകും. എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണമെന്നും കണ്ണൂർ ജില്ല വിട്ടുപോകാൻ പാടില്ലെന്നുമുള്ള വ്യവസ്ഥകളോടുകൂടിയാണ് ദിവ്യയ്ക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. സാക്ഷികളെ സ്വാധീനിക്കരുതെന്നും PP ദിവ്യയോട് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. 2 ആളുകളുടെ ജാമ്യത്തിലാണ് PP ദിവ്യയ്ക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട് നവീൻ ബാബുവിന്റെ കുടുംബവുമായി ആലോചിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് കുടുംബത്തിന്റെ അഭിഭാഷക വ്യക്തമാക്കിയത്. എന്നാൽ ഈ വിധി പ്രതീക്ഷിച്ചതാണെന്നായിരുന്നു ദിവ്യയുടെ അഭിഭാഷകൻ വ്യക്തമാക്കിയത്. എന്തായാലും ഈ ദിവ്യയുടെ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട വാദം കോടതിയിൽ നടക്കുന്ന സമയത്ത് കളക്ടറുടെ ഒരു മൊഴി അടിസ്ഥാനമാക്കിയായിരുന്നു PP ദിവ്യയ്ക്ക് വേണ്ടി മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് അഭിഭാഷകൻ വാദം ഉയർത്തിയത്. അതായത് ADM തെറ്റുപറ്റിയെന്ന് തന്നോട് പറഞ്ഞു എന്നുള്ളൊരു വാക്ക് ചൂണ്ടിക്കാട്ടിയായിരുന്നു കളക്ടറുടെ വാക്ക് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ ഒരു വാദം. എന്തായാലും ഒടുവിൽ 11 ദിവസങ്ങൾക്കിപ്പുറം PP ദിവ്യയ്ക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നു. ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടി ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. ശരി, മിഥുൻ പിള്ളയാണ് വിശദാംശങ്ങൾ നൽകിയത്.